എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC 10th പ്രിലിംസ് ലെവലിൽ മുൻവർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിര ദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 32 സ്ഥിര ദന്തങ്ങളാണ് മനുഷ്യരിൽ രൂപം കൊള്ളുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ആൻസർ ഓപ്ഷൻ സി ശ്വാസകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി കരളിലാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ആൻസർ ഓപ്ഷൻ എ മെഡുല ഒബ്ലാങ്കേറ്റയാണ് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ആൻസർ ഓപ്ഷൻ ഡി സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ്? ആൻസർ ഓപ്ഷൻ ബി മയോളജിയാണ് പേശികളെക്കുറിച്ചുള്ള പഠനം. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ? ആൻസർ ഓപ്ഷൻ എ വിറ്റാമിൻ സി ആണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബയോട്ടിനാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? ആൻസർ ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റലാണ് സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ആൻസർ ഓപ്ഷൻ എ DDT ആണ് റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണികകളേവ? ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ് ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണികകൾ. കലാമീൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ സി സിങ്കിന്റെ അയിരാണ് കലാമീൻ. ഭാവിയിലെ ഇന്ധനം? ആൻസർ ഓപ്ഷൻ ഡി ഹൈഡ്രജനാണ് ഭാവിയിലെ ഇന്ധനം. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ആൻസർ ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഓക്സിജനാണ് ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്? ആൻസർ ഓപ്ഷൻ സി ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റം? ആൻസർ ഓപ്ഷൻ ബി ചലനമാണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാവുന്ന സ്ഥാനമാറ്റം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ആൻസർ ഓപ്ഷൻ സി 7 അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്. ഒരു ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ? ആൻസർ ഓപ്ഷൻ ബി 10⁵. ഒരു ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈനാണ്. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്ലൂട്ടോയാണ് സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? ആൻസർ ഓപ്ഷൻ ബി കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി.
രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാവുന്ന പേശികളുടെ കോശിവലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, ടെറ്റനി. ടെറ്റനിയാണ് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാവുന്ന പേശികളുടെ കോശിവലിവ് അറിയപ്പെടുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ? ആൻസർ ഓപ്ഷൻ എ, വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം? ആൻസർ ഓപ്ഷൻ ബി, എംഫിസീമ. എംഫിസീമയാണ് പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയാണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. തെങ്ങിൻ്റെ സങ്കര ഇനമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, അക്ഷയ. അക്ഷയയാണ് തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, കാസർഗോഡ്. കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ്? ആൻസർ ഓപ്ഷൻ സി, സസ്യബുക്ക്. സസ്യബുക്കാണ് ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, മെയ് 22. മെയ് 22-നാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി, അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനമാണ് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ആൻസർ ഓപ്ഷൻ എ, ഹീലിയം. ഹീലിയമാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏക ആറ്റോമിയം. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, ഹെമറൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹെമറൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിൻ്റെ അയിരുകൾ. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏതു വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, നൈട്രജൻ. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജനുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷനാണ് പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതി. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 30 ഡിഗ്രി. 30 ഡിഗ്രിയാണ് പ്രതിപതന കോണിൻ്റെ അളവ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, യുറാനസ്. യുറാനസ് ആണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, LPG. LPG ആണ് പാരമ്പര്യ ഊർജ സ്രോതസ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്? ആൻസർ ഓപ്ഷൻ ബി, ഊഷ്മാവ്. ഊഷ്മാവാണ് തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. ദോലനത്തിനുദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ, ഊഞ്ഞാലിൻ്റെ ചലനം. ദോലനത്തിന് ഉദാഹരണമാണ് ഊഞ്ഞാലിൻ്റെ ചലനം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി, വില്യം ഹാർവി. വില്യം ഹാർവിയാണ് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ആൻസർ ഓപ്ഷൻ എ, മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയാണ് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം?
ആൻസർ ഓപ്ഷൻ ഡി സെറിബെല്ലം. സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. പേശികളെക്കുറിച്ചുള്ള പഠനം. ആൻസർ ഓപ്ഷൻ ബി മയോളജി. മയോളജിയാണ് പേശികളെക്കുറിച്ചുള്ള പഠനം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബയോട്ടിൻ. ബയോട്ടിനാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 2015 ഓഗസ്റ്റ് 25. 2015 ഓഗസ്റ്റ് 25 സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ആൻസർ ഓപ്ഷൻ എ DDT ആണ് റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. തോറിയത്തിൻ്റെ അയിര്. ആൻസർ ഓപ്ഷൻ എ മോണോസൈറ്റ് ആണ് തോറിയത്തിൻ്റെ അയിര്. മാസ് നമ്പർ 2 ഹൈഡ്രജൻ ഐസോട്ടോപ്പ്. ആൻസർ ഓപ്ഷൻ സി ഡ്യൂട്ടീരിയമാണ് മാസ് നമ്പർ 2 ഹൈഡ്രജൻ ഐസോട്ടോപ്പ്. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഓക്സിജനാണ് അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചാലുണ്ടാകുന്ന ലവണം. ആൻസർ ഓപ്ഷൻ സി സോപ്പാണ് എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചാലുണ്ടാകുന്ന ലവണം. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. ആൻസർ ഓപ്ഷൻ ഡി പ്ലാസ്മയാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്. ആൻസർ ഓപ്ഷൻ എ ജൂളാണ് ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം. ആൻസർ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി. ആൻസർ ഓപ്ഷൻ ബി ബലമാണ് ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തി. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം. ആൻസർ ഓപ്ഷൻ എ വോയേജർ 1 ആണ് സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ആൻസർ ഓപ്ഷൻ എ വൃക്കകളാണ് താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം. 1. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. 3. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ജീവകം ഡിയുടെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ? ആൻസർ ഓപ്ഷൻ ബി നിപ്പ എയ്ഡ്സ് ആണ് ചുവടെ തന്നിരിക്കുന്നവയിൽ വൈറസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആർദ്രം പദ്ധതിയാണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതി. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നൈട്രജനാണ് ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത്. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി സസ്യപരിപാലനമാണ് വനനശീകരണത്തിന് കാരണമാകാത്തത്. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉത്പന്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പെട്രോളാണ് ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം. കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? ആൻസർ ഓപ്ഷൻ ബി പ്രിയങ്കയാണ്
കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ എ കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. 4. ഒരു ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇത് തെറ്റായ പ്രസ്താവനയാണ്. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം? ആൻസർ ഓപ്ഷൻ സി പ്ലവന പ്രക്രിയയാണ് സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 4 കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ ബി 1 ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു? ആൻസർ ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്തു മാറ്റം സംഭവിക്കും? ആൻസർ ഓപ്ഷൻ ബി 4 ഇരട്ടിയാവും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് 4 ഇരട്ടിയായി മാറും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം? ആൻസർ ഓപ്ഷൻ സി ഭാരമാണ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ആൻസർ ഓപ്ഷൻ എ ഓറഞ്ചിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത്. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ ബി കെൽവിനാണ് ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ 24. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കരളാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം. കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. 1. രക്തക്കട്ടപിടിക്കൽ. 2. പേശി പ്രവർത്തനം. 3. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം. രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം എന്നിവ കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്ലാസ്മയിൽ കാണപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉം. വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. 4. ട്രാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി അനാമികയാണ് താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം? ആൻസർ ഓപ്ഷൻ എ വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ ബംഗാളിലെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്. വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്നതിനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ബാക്ടീരിയയാണ് വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നത്. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഒരു ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ സി ഐസോടോപ്പുകൾ. ഒരു ആറ്റോമിക് നമ്പരും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി മോസ്ലിയാണ്
ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. ആൻസർ സി, ഓക്സിജൻ. ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിന്റെ അയിര്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നൈലോൺ. നൈലോൺ ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 60 ഡിഗ്രി. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ 60 ഡിഗ്രിയാണ്. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. ആൻസർ ഓപ്ഷൻ എ, പ്രതലബലം. പ്രതലബലമാണ് മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇൻസുലിൻ. ഇൻസുലിനാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. സാർവീക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. ആൻസർ ഓപ്ഷൻ ബി, ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പാണ് സാർവീക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ, ടൈഫോയിഡ്. ടൈഫോയിഡുമായി ബന്ധപ്പെട്ടതാണ് വൈഡൽ ടെസ്റ്റ്. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? ആൻസർ ഓപ്ഷൻ സി, 24. 24 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ ഉള്ളത്. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ആൻസർ ഓപ്ഷൻ ബി, ജീവകം ഡി. ജീവകം ഡി ആണ് ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകളാണ് വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ. ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്. ആൻസർ ഓപ്ഷൻ എ, ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്. പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഹരിത. ഹരിതയാണ് പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ആൻസർ ഓപ്ഷൻ ബി, ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടോൾ. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളിൽ നിന്നുമാണ് ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് വികസിപ്പിച്ചെടുത്തത്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 2, 4 എന്നിവ. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ എ, അലൂമിനിയം. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മോസ്ലി. മോസ്ലിയാണ് മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി, 3. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3 ആണ്. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, NaHCO3. NaHCO3 എന്നതാണ് ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം. ഊർജത്തിന്റെ ഡൈമെൻഷണൽ സമവാക്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, ജലം. ജലത്തിനാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷിനാണ്. ആൻസർ ഓപ്ഷൻ എ, ഗുരുത്വബലം. ഗുരുത്വബലത്തിനാണ് പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത്. മനുഷ്യന്റെ ശ്രവണപരിധി. ആൻസർ ഓപ്ഷൻ ഡി,
20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണപരിധി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. ആൻസർ ഓപ്ഷൻ സി ഇനാമൽ. ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം. 62ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ ആർദ്രം. ആർദ്രം പദ്ധതിയാണ് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. ആൻസർ ഓപ്ഷൻ ഡി ജീവകം എ. ജീവകം എ ആണ് കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിനാവശ്യമായ ജീവകം. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉം. 2 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. 4 കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശൂർ. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 4ഉം. 1 പവിത്ര, 4 അന്നപൂർണ. മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം 4ഉം. 1 ഡയേറിയ, 2 ടൈഫോയിഡ്, 4 കോളറ. ഡയേറിയ, ടൈഫോയിഡ്, കോളറ എന്നീ രോഗങ്ങളാണ് മലിനമായ വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉം. 1 കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. 3 ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 3ഉം 4ഉം. 3 ഇരവികുളം വന്യജീവി സങ്കേതം. 4 നെയ്യാർ ദേശീയോദ്യാനം. തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ ബി വിറ്റാമിൻ സി കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ. വിറ്റാമിൻ സി കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ എന്നിവ തെറ്റായ ജോഡിയാണ്. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂറിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂറിക് അമ്ലം ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം. 1 രാസവളത്തിന്റെ നിർമ്മാണം. 3 പാഴ്ജല ശുദ്ധീകരണം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്ററാണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ആൻസർ ഓപ്ഷൻ സി 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്ററാണ് ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം. എന്തിന്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ആൻസർ ഓപ്ഷൻ എ ദൂരം. ദൂരത്തിന്റെ യൂണിറ്റാണ് പ്രകാശവർഷം. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. 1 ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാവുന്നു. 2 വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. 2 ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. 3 ഒരു വസ്തു ചരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാരിയെല്ലിലെ ആകെ അസ്ഥികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി 24. 24 അസ്ഥികളാണ് വാരിയെല്ലിൽ ആകെ ഉള്ളത്. ഹൃദയമിടിപ്പറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ
റെനെ ലെനക്കാണ് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആശ്വാസകിരണാണ്. പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്കർവിയാണ് ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. താഴെ കൊടുക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കോളറയാണ് താഴെ കൊടുക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത ഒരു വാതകം. ആൻസർ ഓപ്ഷൻ എ നൈട്രജനാണ് ആഗോളതാപനത്തിന് കാരണമല്ലാത്തൊരു വാതകം. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കരയിനമാണ്? ആൻസർ ഓപ്ഷൻ സി വെണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന സ്ഥാപനം ആരംഭിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അനിൽ അഗർവാളാണ് പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിന് തുടങ്ങിയ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന സ്ഥാപനം ആരംഭിച്ചത്. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ആൻസർ ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇരുമ്പിന്റെ ധാതു അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ ബോക്സൈറ്റ് ആണ് ഇരുമ്പിന്റെ ധാതു അല്ലാത്തത്. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി -3 ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ട് സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ന്യൂട്ടനാണ് ബലത്തിന്റെ യൂണിറ്റ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വികിരണമാണ് മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി. താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സൂര്യനു ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ചലനങ്ങളിൽ ദോലന ചലനം അല്ലാത്തതാണ്. പ്രകാശം കടന്നുപോകുന്ന പാതയിൽ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1 ഗ്ലാസ് ഷീറ്റ്, 2 കോൺവെക്സ് ലെൻസ്, 3 കോൺകേവ് ലെൻസ്. 1 ഗ്ലാസ് ഷീറ്റ്, 2 കോൺവെക്സ് ലെൻസ്, 3 കോൺകേവ് ലെൻസ്.